നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് ഇന്ത്യയിലെ പെൺകുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ പ്രധാനമന്ത്രിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതേസമയം ചിലർ ഇവിടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ അതിലൊന്നും നമ്മുടെ പ്രധാനമന്ത്രിക്ക് യാതൊരു വിഷമവുമില്ല. സ്വന്തം പ്രയത്നത്താൽ സ്വാതന്ത്ര്യം നേടിയെടുക്കാതെ തന്നെ സ്വതന്ത്രരായ തൊഴിൽ ജീവിതം നയിക്കുന്ന സ്ത്രീകളെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന യുവ ഹിന്ദു സ്ത്രീകളുടെ പെരുമാറ്റമാണ് ഏറ്റവും അരോചകമായി തോന്നുന്നത്. യഥാർത്ഥത്തിൽ സ്വതന്ത്രരായ സ്ത്രീകൾ വിമത സ്വഭാവമുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ധീരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അവർ പരമ്പരാഗത രീതികളിൽ നിന്നുള്ള വ്യത്യസ്തമായ തൊഴിൽ വഴികൾ തെരഞ്ഞെടുക്കുന്നു. തങ്ങൾ ഒറ്റയ്ക്കാണെന്ന ബോധ്യത്തോടെ സ്വന്തം പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മാതാപിതാക്കളുടെയോ കുടുംബത്തിന്റെയോ ചെലവിലാണ് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന പെൺകുട്ടികൾ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. मैं समाज के अंदर जो आक्रोश है उसको भली भांति समझ सकता हूं. एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती है. പെൺകുട്ടികളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട ഭാഷയല്ല ടീച്ചറെ, പെൺകുട്ടികളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട ഭാഷയല്ല ജന്തർ മന്ദറിൽ ഉയർന്നതെന്ന്. എന്താ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വേറെ വേറെ ഭാഷയുണ്ട്? നോക്ക്, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞ വാചകമാണ്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ദിവസവും മൂപ്പർ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് മൂപ്പർ വരുന്നത്. വന്ന ശേഷം മൂപ്പർ പറയാണ്, ഞാൻ ഈ കുട്ടികൾക്ക് മാപ്പ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ കുട്ടികളോടല്ലേ അദ്ദേഹം മാപ്പ് പറയേണ്ടത്? അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി മെതിച്ച് അവരെ ഒരു സമരത്തിലേക്ക് തള്ളിയിട്ട ശേഷം അദ്ദേഹം പറയാണ്, അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സഭ്യതയെ ലംഘിക്കുന്നതാണ്. ആ പെൺകുട്ടികൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, വിളിക്കാൻ പാടില്ലാത്ത മുദ്രാവാക്യം വിളിച്ചെങ്കിലും ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്ന് ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ അത് വലിയ കാര്യമായിട്ട് കനകക്കട്ട പോലെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. നോക്ക് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുന്നതെന്ന്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യവുമായാണ് ഈ പെൺകുട്ടികൾ സമരരംഗത്തിറങ്ങിയത്. ഇവർക്കെതിരെയെല്ലാം ഇപ്പോൾ കള്ളക്കേസുകൾ ചുമത്തുന്നു. അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവർക്കെല്ലാം എതിരെ നിരന്തരം ലൈംഗിക അധിക്ഷേപങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ RSSന്റെ താത്വിക വിശകലനത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് വലിയ പ്രതികരണവുമായിട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേൾപ്പിക്കണമായിരുന്നു. കാരണം അതൊന്നും മറ്റൊരാൾക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം അത്ര കണ്ട് വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന ആവർത്തനമാണെങ്കിലും അത് പറയുന്നത് ശരിയല്ല. പക്ഷേ എന്താണ് അയാൾ പറഞ്ഞത് എന്നുള്ളത് ആളുകൾ അറിയണമെങ്കിൽ അത് തന്നെ കേൾക്കണമല്ലോ, എന്നാലല്ലേ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അയാളായിരുന്നുവെങ്കിൽ ഈ പ്രക്ഷോഭകരെയെല്ലാം വെടിവെച്ചിടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ പഴയ ഹിറ്റ്ലറുടെ ആധുനിക രീതി, നാസിസം അംഗീകരിക്കുന്നവരാണ് RSS. ആ ഘട്ടത്തിൽ തന്നെ ഹിറ്റ്ലറെ പിന്താങ്ങിയ ഒരു കൂട്ടരേ ഉള്ളൂ, ലോകത്ത് മറ്റാരുമില്ല. അത് ഇവിടുത്തെ RSS ആണ്. ബലാത്സംഗം സംഘപരിവാറിന് ഒരു രാഷ്ട്രീയ മാർഗമാണ്. ഗോൾവൾക്കർ സംഘപരിവാറിന്റെ രണ്ടാം സർസംഘചാലക്.
നമ്മൾ സങ്കരവർഗ ഉൽപാദനത്തിനായുള്ള പരീക്ഷണങ്ങൾ മൃഗങ്ങളിൽ മാത്രമാണ് നടത്താറുള്ളത്. എന്നാൽ നമ്മുടെ പൂർവികർ മനുഷ്യരിലും ഇത്തരത്തിലുള്ള ധീരമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സങ്കരവർഗ ഉൽപാദനത്തിലൂടെ മനുഷ്യവംശത്തെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വടക്കുനിന്നുമുള്ള നമ്പൂതിരി ബ്രാഹ്മണരെ കേരളത്തിൽ കുടിയിരുത്തി. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുടെയും ആദ്യത്തെ കുഞ്ഞ് ഒരു നമ്പൂതിരി ബ്രാഹ്മണനിൽ നിന്നായിരിക്കണം എന്നും അതിനുശേഷം മാത്രമേ അവർക്ക് സ്വന്തം ഭർത്താവിൽ കുട്ടികൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നും നിഷ്കർഷിക്കുന്ന ഒരു ധീരമായ നിയമം അന്ന് നടപ്പിലാക്കിയിരുന്നു. ഒരു വശത്ത് സമരം ചെയ്ത പെൺകുട്ടികൾക്ക് നേരെ ബലാത്സംഗ ഭീഷണികൾ നടക്കുമ്പോൾ ഒരു നടപടിയും കൈക്കൊള്ളാത്ത മോദി പക്ഷേ തൊട്ടപ്പുറത്ത് സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ കോടികൾ പൊടിച്ച് പബ്ലിക് റിലേഷൻ ഷോകൾ നടത്തുന്നു. സ്ത്രീകളെ കൊണ്ട് ഗ്രൂപ്പ് ഡാൻസ് നടത്തി ശാക്തീകരണം ഉദ്ഘോഷിക്കുന്നവരുടെ യഥാർത്ഥ രാഷ്ട്രീയമാണ് 2002 ഗുജറാത്തിൽ കണ്ടത്. മതവെറി തീർക്കാനായി സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. ബിൽക്കിസ് ബാനു ഒരു പ്രതീകമാണ്, സംഘപരിവാറിന്റെ സ്ത്രീവിരുദ്ധതയുടെ പ്രതീകം. ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കൊടുംകുറ്റവാളികളെ തിലകം ചാർത്തി മധുരം നൽകി സ്വീകരിക്കുന്നതും രാജ്യം കണ്ടു. സംഘപരിവാറിന്റെ വിഷരാഷ്ട്രീയം രക്തത്തിലലിഞ്ഞാൽ സ്ത്രീകൾക്കും ഈ ക്രിമിനലുകൾ ആരാധ്യരാണ്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന BJP നേതാവിന്റെ ലൈംഗിക പീഡനങ്ങൾക്കിരയായ വനിതാ ഗുസ്തി താരങ്ങൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ സമരം. പക്ഷേ മോദിയും അമിത്ഷായും ആദിത്യനാഥും വിശ്വസനായ ബ്രിജ്ഭൂഷണെ കോട്ടകെട്ടി സംരക്ഷിച്ചു. ഗുസ്തി താരങ്ങളുടെ സമരം ലോകശ്രദ്ധ ആകർഷിച്ചപ്പോൾ പേരിനൊരു അന്വേഷണം നടത്തി. ദുർബലമായ ഒരു കേസെടുത്തു. പോയ വാരത്തിൽ ദില്ലി കോടതി ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കി. വി ഡി സവർക്കർ മുതൽ കുൽഭൂഷൺ വരെയുള്ള സംഘപരിവാറുകാർക്കെല്ലാം ബലാത്സംഗം ഒരു രാഷ്ട്രീയ മാർഗമാണ്. എന്നാൽ ഇന്ത്യയിലെ നവയുവത്വത്തിന് സംഘപരിവാറിന്റെ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയത്തെ ഒട്ടും ഭയമില്ല. കേന്ദ്ര ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ഇതുവരെ പാർലമെന്റിൽ കാലെടുത്തു വെച്ചിട്ടില്ല. അവർക്ക് ജനാധിപത്യത്തെ പരമപുച്ഛമാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാതിരാത്രിക്ക് സെൽഫിയായി പറയും. ഇതാണ് BJP ഭരണത്തിന് കീഴിലുള്ള ജനാധിപത്യം. വിശ്വാസമെന്നും പറഞ്ഞ് വർഗീയത ആളിക്കത്തിച്ചവരുടെ തനിനിറം ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വർഗീയ വിഷം ആളിക്കത്തിച്ച് ലക്ഷക്കണക്കിന് യുവാക്കളെ കലാപഭൂമിയിലേക്ക് തള്ളിവിട്ടവരാണ് സംഘപരിവാർ. തങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും ആരെല്ലാമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയെന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ ഉയരുന്ന ചോദ്യങ്ങളെപ്പോലും BJPക്ക് ഭയമാണ്. ചോദ്യങ്ങളെ ഭയന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ കാലെടുത്ത് വെക്കാറില്ല. ഇതെല്ലാം ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളാണ്. രാജ്യസഭാ ചെയർമാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ട് പോലും പാർലമെന്റിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അമിത്ഷായ്ക്കുള്ളത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ ന്യായം വളരെ വിചിത്രമാണ്. അദ്ദേഹം പറയുന്നത് അമിത്ഷാ പാർലമെന്റിലെ ഓഫീസിൽ വരുന്നുണ്ട്, അതുകൊണ്ട് പാർലമെന്റിൽ വരുന്നില്ല എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹം പാർലമെന്റിലെ ഓഫീസിലാണോ ഇരിക്കുന്നത്, അതെയോ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിലെ ഓഫീസിലാണോ ഇരിക്കുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പാർലമെന്റ് പ്രവർത്തിക്കുന്ന സമയത്ത് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ, ലോകസഭയിലും രാജ്യസഭയിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.
പാർലമെന്റിലെ എല്ലാ മന്ത്രിമാർക്കും ഓഫീസുണ്ട്. അവിടെ വന്നിരുന്ന ആരെങ്കിലും കാണുകയോ ചായ കുടിച്ച് പോവുകയോ ചെയ്യുന്നതല്ല പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെൻറ് പാർലമെൻറ്റിനോട്, അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് പാർലമെൻറ്റിനോട് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് ഭരണഘടന പറയുന്നത് പാർലമെൻറ്റിലെ ഓഫീസിൽ പോയിരുന്നിട്ട് വിധേയപ്പെടാനാണോ? അതുകൊണ്ട് അസംബന്ധം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷാ ഒളിച്ചോടുകയാണ്. ഈ ഒളിച്ചോട്ടം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ ഒളിച്ചോട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പാർലമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. ജൻസികൾ സംഘപരിവാറിൽ നിന്ന് അകലുന്നതിൽ RSS सरसंघचालक मोहन भागवत अस्वस्थനാണ്. हम लोगों को भी ऐसा देखना चाहिए कि अगर जेनजी चिल्ला रही है तो विरोध के लिए नहीं चिल्ला रही, कुछ तकलीफ है इसलिए चिल्ला, बिल्कुल उसको ठीक करना चाहिए. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ രാജ്യദ്രോഹികളല്ലെന്ന് മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഐസ നേതാവ് നെഹയ്ക്ക് നേരെ കരിമഷി ആക്രമണമുണ്ടായി. ആക്രമണം നടത്തിയതും മോഹൻ ഭാഗവതിന്റെ വിനീത വിധേയ ശിഷ്യൻ തന്നെ. ബീഹാറിൽ BJPയുടെ കോട്ടക്കൊത്തള മണ്ഡലമാണ് ബാങ്കിപ്പൂർ. 5 തവണ BJP തുടർച്ചയായി ജയിച്ച മണ്ഡലം. അവിടുത്തെ MLA ആയിരുന്ന നിതിൻ നാബിൻ BJP അധ്യക്ഷനായതോടെ നിയമസഭാംഗത്വം രാജിവെച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയേറ്റു. പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായ പ്രശാന്ത് കിഷോർ വൻ വിജയം നേടി. ബാങ്കിപ്പൂർ നൽകുന്നത് വലിയ പാഠമാണ്. സംഘപരിവാറിന്റെ അടിവേരുകൾ ആഴത്തിൽ വിണ്ടുകീറുന്നു എന്നതാണ് ഈ പാഠം.